ഇന്ത്യയുടെ T20 ടീമിന്റെ നായകസ്ഥാനത്ത് നിന്നും സൂര്യകുമാർ യാദവിനെ പുറത്താക്കുമെന്ന റിപ്പോർട്ടുകൾ ഇന്നലെ വന്നതു മുതൽ തന്നെ ആരായിരിക്കും ഇതിന് പകരം എത്തുക എന്നുള്ള ചർച്ചകളും ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കേട്ടതും സഞ്ജു തന്നെയാണ് എന്ന് നമുക്കറിയാം. ശ്രേയസ് അയ്യർ മുതൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ വരെ ഭാവി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ നല്ല കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. ഓരോ കാരണങ്ങളും അടിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഓരോരുത്തരും പറഞ്ഞത്. ഇതിൽ ആർക്കായിരിക്കും നറുക്കു വീഴുകയെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ആവട്ടെ അടുത്ത ക്യാപ്റ്റനായി സഞ്ജു വരണമെന്ന് ആഗ്രഹിക്കുന്നയാൾ കൂടിയാണ്. പക്ഷെ ചീഫ് അജിത് അഗാർക്കർ ഉൾപ്പെടെയുള്ള ഇതിനോട് യോജിക്കുന്നില്ലെന്നാണ് തടസ്സം. ടീം ഇന്ത്യയുടെ നായകസ്ഥാനത്തേക്ക് സഞ്ജു വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഗംഭീർ മാത്രമല്ല, ചില മുൻ ഇതിഹാസങ്ങളും ഇതിനകം മലയാളി താരത്തെ പിന്തുണച്ച് രംഗത്ത് വന്നും കഴിഞ്ഞു. അവർ ആരൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായുണ്ട്. ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി സഞ്ജു സാംസൺ വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ നിരയിൽ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ പോലും ഉണ്ടെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. അടുത്തിടെയാണ് മലയാളി താരത്തെ പിന്തുണച്ച് മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സംസാരിച്ചത്. T20 ടീമിന്റെ നായകസ്ഥാനത്തേക്ക് ഒരുപാട് നല്ല ഓപ്ഷനുകളുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഞാൻ സഞ്ജു സാംസണിനെ T20 ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കും. കാരണം ഇപ്പോൾ അദ്ദേഹം ബാറ്റ് ചെയ്യുമ്പോഴുള്ള ശാന്തത കാണുമ്പോഴും മറ്റാരേക്കാളും പുറകിലല്ലെന്നുള്ളതാണ് ഏറ്റവും വലുതായി എടുത്തു പറയേണ്ടത്. T20 ടീമിന്റെ സഞ്ജു ക്യാപ്റ്റനായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ നേതൃശൈലി എനിക്ക് ഇഷ്ടമാണ് ഏറെ. എങ്ങനെയായിരുന്നു സഞ്ജുവിനെ കുറിച്ച് സച്ചിന്റെ വാക്കുകൾ? കഴിഞ്ഞ T20 ലോകകപ്പിൽ സഞ്ജു ഹീറോ ആയതിനു പിന്നിലും അദ്ദേഹത്തിന് നിർണായക റോളുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സംസാരിക്കവേ അദ്ദേഹം ഇതേക്കുറിച്ച് മനസ്സ് തുറന്നു. ലോകകപ്പിന് തൊട്ട് മുൻപ് ന്യൂസിലൻഡുമായി T20 പരമ്പരയിൽ താരം വൺ ഫ്ലോപ്പ് ആയിരുന്നപ്പോൾ ഇതേ തുടർന്ന് ലോകകപ്പിലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ സഞ്ജുവിനെ പുറത്തിരിക്കേണ്ടി വന്നുവെന്നും പകരം ഈ റോളിൽ കളിച്ചത് ഇഷാൻ കിഷനുമായിരുന്നു. കിവികളുമായുള്ള പരമ്പരയ്ക്ക് ശേഷമാണ് ബാറ്റിംഗിലെ ഫോം വീണ്ടെടുക്കാൻ സച്ചിന്റെ സഹായം തേടുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറുകയായിരുന്നുവെന്നും പറയാം. മറ്റൊരു മുൻ ഇതിഹാസം സുനിൽ ഗവാസ്കറാണ് സഞ്ജുവിനെ ഇന്ത്യൻ നായക സ്ഥാനത്തേക്ക് പിന്തുണച്ച രണ്ടാമത്തെയാൾ. കഴിഞ്ഞ T20 ലോകകപ്പിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ശേഷം മലയാളി വിക്കറ്റ് കീപ്പർ അടുത്ത നായക സ്ഥാനത്തേക്ക് നല്ലൊരു ഓപ്ഷനാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉയർന്ന സമ്മർദ്ദഘട്ടങ്ങളിൽ പെർഫോം ചെയ്യാനുള്ള കഴിവും നായകന്റെ റോളിൽ IPLലെ അനുഭവ സമ്പത്തുമെല്ലാം സഞ്ജുവിന്റെ പ്ലസ് പോയിന്റുകളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മുൻ ലോകകപ്പ് വിന്നറും സൂപ്പർ താരവും കോച്ചുമായിട്ടുള്ള രവിശാസ്ത്രിയുടെയും അടുത്തിടെ സഞ്ജുവിനെ ക്യാപ്റ്റൻസി റോളിലേക്ക് പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയുടെ T20 ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള താരമാണ് സഞ്ജുവെന്നും വളരെ ശാന്തപ്രകൃത സ്വഭാവ സമ്മർദ്ദങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നയാളാണെന്നും ശാസ്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ എല്ലാവർക്കും സഞ്ജുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നൂറുതാവ് തന്നെയാണ്. സഞ്ജു അത്തരത്തിൽ എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ഓരോ വാക്കുകളിലും ഇവർ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം.